ഞാൻ ശ്രീ ഹസ്കറിലേക്ക് തന്നെ പോകുന്നു. ശ്രീ ഹസ്കർ, വിഭാഗീയതയും തർക്കങ്ങളും ചർച്ചകളും ഉൾപ്പാട്ടിയ പ്രശ്നങ്ങളും ഒന്നും CPM-ന് പുതുമയല്ല. ഒരുപാട് നമ്മൾ കണ്ടതാണ്, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നലെ കരുനാഗപ്പള്ളിയിൽ തെരുവിലിറങ്ങിയ അവർ പിടിച്ച ഒരു പ്ലക്കാർഡ് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടോ? P. ഉണ്ണി മാറിയപ്പോൾ HA സലാം സെക്രട്ടറി, ഗോവിന്ദച്ചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം. പെണ്ണുപിടിയാനാണ് എന്ന് പരസ്യമായി പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ലോക്കൽ ഏരിയ CATU ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കളൊക്കെയാണ് കേട്ടോ. പാർട്ടിയുടെ സജീവ നേതാക്കളും സജീവ അംഗങ്ങളുമാണ് തെരുവിലിറങ്ങി ലോക്കൽ സെക്രട്ടറി പെണ്ണുപിടിയാനാണ്, ഈ പെണ്ണുപിടിയുടെ കീഴിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പരസ്യമായി പറയുന്നത്. ഇന്നിപ്പോൾ തിരുവല്ലയിൽ കൊടുത്ത ഒരു പ്രവർത്തന റിപ്പോർട്ട് അത് കൂടുതൽ വിമർശനമാകാതിരിക്കാൻ പ്രതികൾ തിരിച്ചു വാങ്ങുന്നു. അതിൽ പറയുന്ന ഇങ്ങനെ: അതിനാൽ ടൗൺ നോർത്തിലെ പാർട്ടി രണ്ട് വിഭാഗത്തിലാണ് നിൽക്കുന്നത്. ഒന്ന്, പീഡനക്കാരനായ സജിമോനെ കൊണ്ട് മാത്രമേ പാർട്ടി പോകുമെന്ന് ഏരിയ കമ്മിറ്റിക്കൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗവും, പീഡനക്കാരനെ കൊണ്ട് ഈ ലോക്കൽ കമ്മിറ്റി പോകില്ല എന്ന് ശക്തമായി നിൽക്കുന്ന ഒരു വിഭാഗവും. ആ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ബഹുഭൂരിപക്ഷം പേജും ഈ പറയുന്ന സജിമോൻ എന്ന ആൾ എങ്ങനെ പീഡനക്കാരനായി എന്ന് മാറ്റിവെക്കുകയാണ്. ശ്രീ ഹസ്കർ, CPM-നെ പോലെ ഒരുപാട് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങൾ ഒരു കാലത്ത് ചർച്ച ചെയ്ത ഒരു പാർട്ടി അധപ്പതനത്തിൻ്റെ ആഴം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹാഷ്മി, ഇതിൽ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വരിയിൽ ഇതിനൊരു ഉത്തരം പറയാൻ കഴിയും. കാരണം പാർട്ടി സമീപകാലത്ത് വന്നിട്ടുള്ള ഏറ്റവും വലിയ അപജയം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര നിരാശാണ്. പാർട്ടി അംഗങ്ങളെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിനും രാഷ്ട്രീയ വിദ്യാഭ്യാസം നൽകുന്നതിനും പാർട്ടി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന തുറന്ന സമ്മതം ഇക്കാര്യത്തിൽ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കരുനാഗപ്പള്ളിയിൽ നാം കണ്ടത് പാർട്ടിയുടെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകളല്ല പാർട്ടിക്കെതിരെ കലാപക്കൂടി ഉയർത്തിയിട്ടുള്ളത്. 10ഓളം ലോക്കൽ കമ്മിറ്റിയുള്ള കരുനാഗപ്പള്ളിയിൽ നടാടെയല്ല ഇത്തരത്തിലൊരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2002-ൽ പരമേശ്വരൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഏരിയ കമ്മിറ്റി ഒന്നാകെ പാർട്ടി വിട്ട് പുറത്തു പോകുന്ന ഒരു അതിവിദൂര സാധ്യതയുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ അപകടകരമായ ഒരു സാഹചര്യം കരുനാഗപ്പള്ളിയിലെ പാർട്ടി നേരിട്ടുണ്ടായിരുന്നു. ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടി വേരോട്ടമുള്ള ഒരു ഏരിയ കമ്മിറ്റി കൂടിയാണ് കരുനാഗപ്പള്ളി. ഇപ്പോൾ ഇന്ന് ശൂരനാടിന്റെ മുക്കാൽ ഭാഗവും കരുനാഗപ്പള്ളിയുടെ ഇപ്പോഴത്തെ ഏരിയ കമ്മിറ്റിയും കൂടെ ചേരുന്ന വലിയ ഒരു ഏരിയ കമ്മിറ്റി ആയിരുന്നു. ശരിയാണ്. പോറ്റി, VB ചെറിയാൻ തുടങ്ങിയ ഒരു കാലത്ത് സേവ് CPM ഫോറത്തിൽ കരുനാഗപ്പള്ളിക്ക് അതിൻ്റെതായ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അന്നൊക്കെ പ്രശ്നങ്ങൾ എന്താണ്? അന്നൊക്കെ പ്രശ്നങ്ങൾ പുറത്തു പറയാൻ ഒരു വിലയുള്ള പ്രശ്നങ്ങളാണല്ലോ അവരൊക്കെ ഉന്നയിക്കുന്നത്. അവരൊക്കെ പാർട്ടിക്കുള്ളിൽ കലാപമാകുന്ന, പുറത്തു പറയുന്ന വിമതന്മാരാകുന്ന, അങ്ങനെയാണല്ലോ. ശ്രീ അസ്കർ, നോക്കൂ, ഇതൊരു ഏകശിലാരൂപത്തിൽ ഒരു ഏക ശ്രേണിയിൽ നോക്കൂ. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും ഈ സ്ത്രീപീഡനം എന്ന് ആവർത്തിക്കുകയാണ്. ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം ഇവർ അഴിമതിക്കാരാണ്, ഇവർ കൊടി അഴിമതിക്കാരാണ്, ഇവർ പാർട്ടിയെ വിറ്റ് പണമുണ്ടാക്കുന്നവരാണ്, ഇവർ റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരാണ്, ഇവർ കയ്യേറ്റക്കാരാണ്, ഇവർ കായൽ കയ്യേറ്റക്കാരാണ്, ഇവർ ബാറുടമകളുടെ ശിങ്കിടികളാണ്. ഈ ആരോപണങ്ങളുടെ പേരിലാണ് പാർട്ടി പുകയുന്നത്. ശ്രീ അസ്കർ, എന്തു നാണക്കേടാണത്? ഹാഷ്മി, കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ പാർട്ടിയുടെ അംഗങ്ങളായിട്ടുള്ളത് 8 ലക്ഷത്തിലധികം അംഗങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ വന്നിട്ടുള്ള പാർട്ടി അംഗങ്ങളാണ് 5 ലക്ഷത്തിലധികവും. സ്വാഭാവികമായും ഒരു ഭരണത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ CPM-ന് അത്തരത്തിൽ ചില പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രത്യയശാസ്ത്രപരമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ അവബോധത്തോടുകൂടി പരിഗണിക്കുന്നതിനും പാർട്ടി അംഗങ്ങൾക്ക് കഴിയാതെ വരുന്നു, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏരിയ നേതാക്കന്മാർക്ക് കഴിയാതെ വന്നു എന്നുള്ളതാണ്. 10 സമ്മേളനങ്ങളിൽ 7 സമ്മേളനങ്ങളും നിയന്ത്രിക്കുന്നതിനൊരു ഏരിയ കമ്മിറ്റി പരാജയപ്പെട്ടു എന്ന് കാണുന്നത്. ഇവിടെ ഞാൻ പ്രതീക്ഷയോടെ കാണുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയും ഇന്നു കൂടി അതിനുശേഷം അവിടെ നടപടിയിലേക്ക് വരുന്നു. പാർട്ടി സംസ്ഥാന സെന്ററിന്റെ തീരുമാനപ്രകാരം ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മനോഹറിന്റെ നേതൃത്വത്തിൽ അഡ്ഹോക് കമ്മിറ്റി 7 ജില്ലാ കമ്മിറ്റികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ അഡ്ഹോക് കമ്മിറ്റി വരുന്നു. ആ അഡ്ഹോക് കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന സമ്മേളനം നടന്ന 3 ലോക്കൽ കമ്മിറ്റിയും ജനറൽ ബോഡി വിളിക്കാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം 7ഓളം ഇനി നടക്കാനിരിക്കുന്ന സമ്മേളനങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പാർട്ടി സംസ്ഥാന സമ്മേളനം നടത്തേണ്ട ഒരു ജില്ല കൂടിയാണ്. അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. ഇവിടെ വിഭാഗീയത എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2002-ൽ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്ര ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ വിഭാഗീയതയെ തുടർന്ന് അന്ന് പരമേശ്വരൻ പോറ്റി അടക്കമുള്ള ആളുകൾ പാർട്ടി വിട്ടു പോയിട്ടുണ്ട് എങ്കിൽ ഒരു ഏരിയ കമ്മിറ്റി അടക്കം പാർട്ടി വിട്ടു പോവുകയും 600ഓളം പാർട്ടി പ്രവർത്തകരും അംഗങ്ങളുമാണ് അന്ന് പോയിട്ടുള്ളത്. അതിനുശേഷം PR വസന്തനെ പോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്ന, സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഒരു യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ ആ പാർട്ടിയെ അവിടെ കെട്ടിപ്പടുത്തുകയായിരുന്നു. ആ കെട്ടിപ്പടുത്തിയതിന്റെ ഭാഗമായി
ഏതെങ്കിലും നിലവിൽ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പാർട്ടി പലവട്ടം അന്വേഷിച്ചതാണ്. അപ്പോൾ പാർട്ടി അന്വേഷിച്ചിട്ടും അതിൽ നിന്നൊന്നും കണ്ടെത്താനാവാത്ത സാഹചര്യം വരികയും പി ആർ വസന്തനെ പോലെയുള്ള ഒരു നേതാവ് കെട്ടിപ്പടുത്തിയത് അദ്ദേഹത്തിന്റെ വിയർപ്പും ചോരയും കൂടി കരുനാഗപ്പള്ളിയിലെ പാർട്ടിക്കുണ്ട്. അപ്പോൾ അങ്ങനെ കെട്ടിപ്പടുത്തിയ ഒരു പാർട്ടി, അപ്പോൾ ഒരു പാർട്ടിയുടെ ലീഡർഷിപ്പ് ദമ്പടി ഉണ്ടാക്കി എന്നാണ് കേട്ടോ അവർ പറയുന്നത്. അദ്ദേഹം കെട്ടിപ്പടുക്കുന്നതിനൊപ്പം അദ്ദേഹവും സ്വയം കെട്ടിപ്പടുത്തു. അദ്ദേഹം കുറച്ച് ദമ്പടി ഉണ്ടാക്കി. അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ ആളായി അവിടെ അധപ്പതിച്ചു മാറി. അയാൾ പാർട്ടി വിഴുങ്ങുന്ന ആളായി മാറി എന്ന് പറയുന്നത് ഏതെങ്കിലും കോൺഗ്രസ്സുകാരല്ല ശ്രീ അസ്കർ, ഏതെങ്കിലും BJP-ക്കാരല്ല ശ്രീ അസ്കർ, നിങ്ങളുടെ പാർട്ടിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ തെരുവിലിറങ്ങി കേരളത്തോട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ എത്താം.